നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. RCBയുടെ നായകനായിട്ട് രജത് പട്ടീദാറിനെ പ്രഖ്യാപിച്ചല്ലോ. പലരും വിരാട് കോഹ്ലി വീണ്ടും നായകനാവുമെന്നൊക്കെ പ്രതീക്ഷയാണ്. അത്തരത്തിലാണ് ഫ്രാഞ്ചൈസി അവരുടെ മെഗാ ഓപ്ഷനിലെ നീക്കങ്ങളൊക്കെ നടത്തിയത് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ വിരാട് കോഹ്ലി നായകസ്ഥാനം ഏറ്റെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചതോടെ പുതിയ ക്യാപ്റ്റനെ കണ്ടെത്തേണ്ട ഒരു പ്രോസസ്സിലേക്ക് അവർ കടന്നു. സീനിയർ താരങ്ങളുമായിട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ചകൾ നടത്തിയിരുന്നുവെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടും നമ്മൾ കണ്ടു. ഒടുവിൽ രജത് പട്ടീദാറെ ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ രജത് പട്ടീദാർക്ക് ഒരു മെസ്സേജ്, വിരാട് കോഹ്ലിയുടെ മെസ്സേജ്, ഫാഫ് ഡു പ്ലസിയുടെ മെസ്സേജ്, രജത് പട്ടീദാറിനെക്കുറിച്ച് ആൻഡി ഫ്ലവർ പറഞ്ഞത് ഈ പ്രോഗ്രാമിൽ വെച്ച് ഇതെല്ലാം ഇപ്പോൾ നമ്മൾ കേട്ടു. അപ്പോൾ അതൊന്ന് നമ്മൾ നോക്കുകയാണ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. ആദ്യം കോഹ്ലിയുടെ ആ ഒരു മെസ്സേജിലേക്ക് പോകാം. കോഹ്ലി പറഞ്ഞത്, രജത്, ഐ വാണ്ട് ടു കൺഗ്രാജുലേറ്റ് യു. നീ ഈ ഒരു ഫ്രാഞ്ചൈസിയിൽ വളർന്നു വന്ന ആ ഒരു രീതി, അതുപോലെ തന്നെ ഈ ഒരു മികവ്, നിൻ്റെ മികവ് ഓൾ ഓവർ ഇന്ത്യയിലുള്ള RCB ഫാൻസിൻ്റെ ഹൃദയത്തിൽ നിനക്ക് സ്ഥാനം നേടി തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ നീ നേടിയിരിക്കുന്ന നേട്ടം അത് വെൽ ഡിസേർവ്ഡ് ആണ്. ഐ ടെൽ യു ദാറ്റ് മൈസെൽഫ് ആൻഡ് അതർ മെമ്പേഴ്സ് വിൽ ബി റൈറ്റ് ബിഹൈൻഡ് യു. നിൻ്റെ പിന്നിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന കാര്യം കൂടി ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ വളരെ ഹാപ്പിയാണ് നിൻ്റെ കാര്യത്തിൽ. നീ ഇത് നേടിയെടുത്തതാണ്. നീ എങ്ങനെയാണ് വളർന്നത് എന്നുള്ളത് ഞാൻ കണ്ടതാണ്. നീ നിൻ്റെ സ്റ്റേറ്റ് ടീമിനെ ലീഡ് ചെയ്യുന്ന രീതിയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഓരോ ആരാധകനോടും ഐ റിക്വസ്റ്റ് ഓൾ ദി ഫാൻസ് ഗോ റൈറ്റ് ബിഹൈൻഡ് ഹിം, സെൻഡിങ് ഓൾ ദി ബെസ്റ്റ് വിഷസ് എന്നാണ് വിരാട് കോഹ്ലി തൻ്റെ സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ നായകനായിരുന്ന ഫാഫ് ഡു പ്ലസി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ഫാഫായിരുന്നല്ലോ ടീമിനെ നയിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഒഫീഷ്യലി ഞാൻ ഈ ബാറ്റൺ പാസ് ചെയ്യുകയാണ്. ഐ ആം ഒഫീഷ്യലി പാസിങ് ഓവർ ദി ബാറ്റൺ. തീർച്ചയായിട്ടും വളരെ സ്പെഷ്യലായിരുന്നു RCBയുടെ ക്യാപ്റ്റൻ ആവുക എന്നുള്ളത്. എന്തായാലും രജത്തിന് നല്ല ഒരു സമയം നേരുകയാണ്. തീർച്ചയായിട്ടും നിൻ്റെ ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കീപ് വാക്കിംഗ് ദോസ് സിക്സേഴ്സ് എന്ന് രജത് പട്ടീദാറെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ആൻഡി ഫ്ലവർ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ക്യാപ്റ്റനാക്കി, രജത് പട്ടീദാറിനെ ക്യാപ്റ്റനാക്കി എന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. രജത്തിന് വളരെ നല്ല സിംപ്ലിസിറ്റി ഉണ്ട് എന്ന് മാത്രമല്ല, തൻ്റെ ചുറ്റുമുള്ള ആളുകളെ കെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ക്ലോസ് ആയിട്ട് മധ്യപ്രദേശ് ടീമിനെ അദ്ദേഹം എങ്ങനെ നയിക്കുന്നു എന്നുള്ളത് നോക്കിയതാണ്. അത് ഞങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക്. എന്തായാലും അങ്ങനെ എടുത്ത ഒരു തീരുമാനം, ടീമിനെ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൽ അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കുകയാണ് എന്ന് ആൻഡി ഫ്ലവറും പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.